5 ദിവസം കഴിഞ്ഞ് എൻ്റെ ഗുളികകൾ ഇത് ഇത്രയും തീർന്നിട്ട് ഒരു ദിവസം അവൻ ഇത് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ട് വന്ന് ഇന്നും വരെ വിചാരിച്ചിട്ടില്ലല്ലോ. അല്ല, അവൻ വാങ്ങിച്ചുകൊണ്ട് തരണ്ട. ആ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് അപ്പുറത്ത് ആ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവനെ ഇവിടെ എത്തിച്ചോളും. ആ പോണ സമയത്തൊന്ന് പറഞ്ഞാൽ പോരെ. ഇന്ന് വരെ അവൻ കേട്ടിട്ടില്ല. ഇന്നും പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും സമയമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല, അറിയാമോ? അതപ്പോൾ അവൻ പണി മാറ്റി വരാൻ സമയമാവണല്ലേ ഉള്ളൂ. ഈ ഗുളിയൊക്കെ പിന്നെ ആര് മേടിച്ചോടുന്നാ? ഇടേ വാങ്ങിച്ചോണ്ടെന്ന് തീർന്നില്ലേ? എത്ര കാലം ഇപ്പൊ ഈ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട്? 5 ദിവസമായി ഇത് ഇപ്പൊ ഞാൻ കഴിഞ്ഞതല്ല പറഞ്ഞത്, കഴിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലത്ത് ആരാ വാങ്ങിക്കൊടുത്തിരുന്നത്? അവന് 1-2 ദിവസമൊക്കെ മുടങ്ങി തന്നെ എനിക്ക് കൊണ്ടുതരുന്നത്. അവൻ കറക്റ്റായിട്ടൊന്നും തരുന്നത്. ഇപ്പൊ 5 ദിവസമായപ്പോ എനിക്ക് ഈ കാലിന്റെ ഈ ഇവിടെ നിന്നുണ്ടല്ലോ, അയ്യോ എനിക്ക് വയ്യ. എന്റെ മുട്ടും കയ്യും കാലും ഒക്കെ എനിക്ക് വയ്യ. എന്താ ചേച്ചി പറഞ്ഞു? വയസ്സായ എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ഈ അസുഖങ്ങളൊക്കെ. ആരാ വയസ്സുകാലത്ത് അസുഖമില്ലാത്തവരില്? ഇവിടെ അസുഖമുള്ളത് വയസ്സുകാർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും ഒക്കെ വയ്യാതെ ഉണ്ട്. വയസ്സുകാരെ മാത്രം വെച്ച് പിടിക്കുന്നതിന് സൗകര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് വാങ്ങിച്ചോടുത്തേ, അല്ലെങ്കിൽ നീ നിന്റെ പാടുമൊക്കെ പോയിറങ്ങി. അല്ല ചേച്ചി, ഇങ്ങോട്ട് എനിക്കിപ്പോ ഈ ഗുളിക മേടിച്ചു കൊടുന്ന നേരം മടി ഉണ്ടായിട്ടൊന്നല്ല. പിന്നെ ഞാൻ എത്ര ദിവസം വാങ്ങിക്കൊടുന്നു തരും? ഇന്നിപ്പോ ഞാൻ ഈ ഗുളിക മേടിച്ചു കൊടുന്നു കഴിഞ്ഞാൽ കനകൻ ഇത് കണ്ട വിഷമാവില്ലേ? എന്തോത്തിന് വിഷമിക്കുന്നത്? ഞാൻ ഗുളിക ഇത്ര കാലം കൊടുന്നു കൊടുക്കാഞ്ഞിട്ട് അമ്മാവനോട് പരാതി പറഞ്ഞു, എന്നിട്ട് അമ്മാവൻ മേടിച്ചു കൊടുന്നു. എന്തിനാ അവനെ വിഷമിപ്പിക്കണേ? അവന് തരാൻ വയ്യെങ്കിൽ നിന്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ ആരോടെ പറയും? എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നു. അവൻ തിരക്കുള്ള ജോലിക്കാരനല്ലേ, 1-2 ദിവസം മറക്കും. ഇന്ന് വരുമ്പോ അവൻ മേടിച്ചുകൊണ്ടിരും. വാങ്ങിച്ചോണ്ട് വരും വന്നതുപോലെ തന്നെ. എന്നാ പിന്നെ ഇന്നലെ വാങ്ങിച്ചോണ്ട് വരാം. ഇടാ എന്റെ കാല് വയ്യ, എന്റെ മുട്ടുവേദന എടുക്കുന്നതാ ഇവിടെ എങ്ങനെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എവിടെ വേദന ഇല്ലാത്തൊരു സ്ഥലം അത് പറഞ്ഞുതരാൻ പറ്റുമോ? എനിക്കാകെ അസ്വസ്ഥതയാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ കാല് പിടിക്കുന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് വാങ്ങിച്ചുകൊണ്ടെത്താ. പിന്നെ കൂടുതൽ വർത്താനം പറയാം. അതെ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിത് എന്നും മേടിച്ചുകൊണ്ടിരാൻ തരാൻ പറ്റില്ലാന്ന്. എനിക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ല. ഞാൻ എന്റെ ജീവിതം എടുക്കുമ്പോൾ വല്ല കാശി രാമേശ്വരം തീർത്ഥാടനത്തിന് പോകും. പിന്നെ വന്നു ഇല്ലെങ്കില്ല. പിന്നെ ഞാൻ ഇത് വാങ്ങിക്കൊണ്ടിരാൻ എന്താ കാര്യം? എന്നാ വേണ്ടടേ, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. എന്താ, എനിക്കറിയാൻ പോയി വാങ്ങിക്കാൻ. ഇതിൻ്റെ ഇടയിൽ പല ദിവസങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്, അത് നീ അറിയുന്നില്ല. പല ദിവസങ്ങളിൽ ഞാനാ പോയി വാങ്ങിച്ചുകൊണ്ടുവന്നത്. അവനിപ്പോ ഇതൊരു മടുപ്പ് പോലെ ആയിരിക്കുക എന്നെ. അത്രയൊക്കെ ഉള്ളു. അതെന്തൊക്കെ മനസ്സിൽ വെച്ചിട്ട് പറയാണ്. അവൻ പഴയ പോലെ കൊച്ചു കുട്ടിയൊന്നും ഇല്ലല്ലോ. അല്ലല്ല, അവനെ ഭാര്യയില്ലേ, കുടുംബല്ലേ? അവ ഈ ഗുളിക മാത്രല്ലേ ഇപ്പൊ ഒരു ദിവസമായിട്ട് മറന്നുള്ളൂ. ബാക്കി എല്ലാ സാധനത്തിനും നേരത്തിന് ഇവിടെ കൊണ്ടുവരുന്നില്ലേ? അവക്ക് മാസികമാണെന്ന് പറഞ്ഞാൽ അപ്പോഴിവിടെ എത്തും. ശാന്ത്, പൊട്ട്, കൺമഷി, തേപ്പാൻ എല്ലാം അവൻ ഇവിടെ എത്തിക്കാൻ ആ നിമിഷം അവൻ എത്തിക്കുമല്ലോ. ഈ ഗുളിക എന്താ അവൻ അങ്ങനെ മറക്കുന്നത്? എന്താമേ? ഒന്നുമില്ല. എന്റെ അസുഖത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്താ ഞാൻ 2-3 ദിവസമായില്ലേ ഈ ഗുളിക കഴിഞ്ഞു പറഞ്ഞിട്ട്? നീ എത്ര ദിവസമായിട്ടാ കനകനോടാ ഗുളിക മേടിച്ചോണ്ടാ പറഞ്ഞു? അല്ലെങ്കിൽ അവനെ കുറച്ച് കൂടുതലാണ് അവനെ. അമ്മയ്ക്ക് വേണ്ട കുഴമ്പ് എന്ത് മരുന്ന് പറഞ്ഞാലും അതൊക്കെ ഏട്ടൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇതിപ്പോ ഒന്ന് മറന്നുപോയി, അതിന് അമ്മ ഇങ്ങനെ ബഹളം വെക്കണ എന്തിനാ? ഒന്ന് മറന്നാ? എത്ര ദിവസമായി? 5 ദിവസമായി. ഞാൻ പറഞ്ഞ് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ജിത്തുവിന്റെ ഇങ്ങോട്ട് കൊടുത്തയക്ക്, അവൻ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോകും. അവൻ മടുത്ത്, എന്നെ കൊണ്ട് അവൻ മടുത്ത്. ഒന്നാമതിന്റെ ചേച്ചി അത്ര വലിയ അസുഖമൊന്നുമില്ല. ഇതിപ്പോ എന്തിനാ ഗ്യാസിനുള്ളതും മേലും കൈ മേനക്കുള്ള ഗുളികന്നൊക്കെ അവനറിയാം. അതിപ്പോ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ അങ്ങോട്ട് മേപ്പെട്ട് കെട്ടിയെടുക്കൊന്നുമില്ല. ഒന്നുമല്ല, അവന് എന്റെ പെൻഷന്റെ പാതി വേണം. ഇത്രയേ ഉള്ളൂ ഇപ്പൊ എന്റെ മക്കൾക്ക് വിചാരം, അല്ലാതെ ഒന്നും അല്ല. ആരുടെ ഒരു സ്നേഹവും ഇല്ല. അമ്മാവ, ഇന്ന് മരുന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ ഏട്ടന് ഞാൻ ചോറ് കൊടുക്കില്ല. ചോറ് കൊടുക്കല്ല, അന്ന് മരുന്ന് കൊടുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചു പറയാ. നാളെ ഞാനിത് വേണ്ട മരുന്ന് മുഴുവൻ ഞാൻ ഇവിടെ എത്തിക്കും. പിന്നെ ചേച്ചീനെ അവസാനം മരുന്ന് നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവും. പോരെ? അമ്മയുടെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ മരുന്ന് കഴിക്കാഞ്ഞിട്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ ഈ കാലിന്റെ പെരുവലിൽ ഇങ്ങോട്ട് പെരുത്ത് ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ, എങ്ങോട്ട് തല അങ്ങോട്ട് ഒരുമാതിരി ഒരു വെപ്രാളം പോലെ എനിക്ക് വരുന്നത്. പിന്നെ എന്നെ കൊണ്ട് ഒന്നും നോക്കത്തില്ല, കണ്ണ് കാണാൻ വയ്യ, കാലെടുത്ത് വയ്ക്കാം. അവരൊക്കെ ഒരു കളിയാക്കല അവന്. എന്റെ ചേച്ചിയെ ജീവിച്ചരിച്ചാൽ ഇതൊക്കെ ജനിച്ച ഒരു ദിവസം മരിക്കും. ഇപ്പൊ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞല്ലേ, ഇനി രാമനാമം ജപിച്ചിട്ടൊരു മുക്കിലിരിക്കേ. ഇങ്ങനെ പേടിച്ചാലോ? എടാ, ചാവൂന്ന് വിചാരിച്ചല്ല ഈ ഗുളിക കഴിക്കുന്നത് ഞാൻ. എന്റെ അസ്വസ്ഥത കൊണ്ടാ, അല്ലാതെ ഒന്നും അല്ല. സാധാരണ എല്ലാവരും എങ്ങനെ ഗുളിക കഴിക്കാതിരിക്കാം എന്ന് നോക്കും. ഇവിടെ അമ്മയ്ക്ക് 3 നേരം വേണം ഗുളിക എന്തെങ്കിലും ആയിട്ട്. ഡോക്ടർ പറയുന്നത് അതുപോലെ കഴിക്കണ്ടേ, എന്നാലേ അസ്വസ്ഥത ഉണ്ടാവാതിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ ചാവാതിരിക്കാൻ ഗുളിക കഴിക്കാമെങ്കിൽ പിന്നെ എല്ലാരും ഗുളികം കഴിച്ചോണ്ടങ്ങ് ഇരുന്ന പോലെ ആരും ചാവത്തില്ലല്ലോ. ഞാൻ പറഞ്ഞാണല്ലോ ഞാൻ കഷായം മേടിച്ചു തരാന്ന്. ഇത് പറയാനപ്പോ രാവിലെ എന്നെ വിളിപ്പിച്ചേ. ഇത് പറയാൻ ഞാൻ കനകനെ കണ്ടു. അതെ, കനകനൊന്ന് വിളിച്ചു പറയും, ഇന്ന് വരുമ്പോ ഗുളിയായിട്ട് വരാൻ പറ. നിങ്ങൾക്ക് ആർക്കും നോക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ ചേച്ചിനെ ഞാനങ്ങോട്ട് കൊണ്ടുപോയേ. പിന്നെ അവസാനം അമ്മയെ കാണാൻ പറഞ്ഞ അങ്ങോട്ട് വന്നാൽ പടി കയറ്റില്ല ഞാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാ കേൾക്കൂട്ടോ, അല്ലെങ്കിൽ ചേച്ചി വിളിക്ക്, ഞാൻ രാവിലെ വരാപ്പോ. ഏട്ടാ, നാളെയെങ്കിലും അമ്മയുടെ ഗുളിക മേടിച്ചോണ്ടോ കേട്ടോ.
വല്ലാത്തൊരു ഗുളിക കേസായി ഇത് കേട്ടാ. അതെ ഇപ്പോഴും പറഞ്ഞു എന്നോട്. ഞാൻ കാര്യമായിട്ടാ പറയണേ. ഞാൻ മനഃപൂർവ്വം വാങ്ങിക്കാതിരിക്കുന്നതല്ലല്ലോ. അല്ല പിന്നെന്താ ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ ഗുളിക മേടിക്കണില്ല, ഇവിടെ ആരും നോക്കണില്ല, അങ്ങനെയൊക്കെയായി ഇപ്പൊ കഥ. അമ്മാവനോടൊക്കെ പറയുന്നുണ്ട്, ഇവിടെ വന്നവരോടും മോണവരോടും ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ഗുളികയില്ല എനിക്ക് ഗുളികയില്ല എന്ന്. എന്ത് ചെയ്തു കൊടുത്താലും ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണമ്മ? വയസ്സായതല്ലേ, അങ്ങനെ ഓർത്താ മതി. ഏട്ടനൊക്കെ വയസ്സാവുമ്പോ എന്തായിരിക്കും? ആ അമ്മയുടെ മോനല്ലേ. മാത്രല്ല ആ ഷീട്ട് എൻ്റെ പോക്കറ്റിൽ കിടന്നിട്ട് ഞാൻ പോസ്റ്റിന് മുകളിൽ കയറുന്ന സമയത്ത് മഴ പെയ്തു, അത് നനഞ്ഞു പോയി. ഡസ്റ്റ് അതിനി അമ്മ അറിയണ്ട, മനപ്പുറം കൊണ്ട് കളഞ്ഞാന്ന് പറയും. അത് കുഴപ്പമില്ല. ആ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് സ്ഥിരം എടുത്തു തരുന്ന ഒരു കക്ഷി ഉണ്ട്, അവിടെ ഇന്നലെ ഒന്ന് ചോദിച്ചപ്പോൾ അവിടെ ആ കക്ഷി ഇല്ല. എന്തായാലും ഒന്ന് നാളെ എങ്ങനെയെങ്കിലും മേടിച്ചോണ്ട് കൊടുക്ക്. നാളെ അങ്ങനെ വരും. അപ്പം നാളെ അങ്ങനോട് പറഞ്ഞിട്ട് ആ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഇത് അത്ര വലിയ വിഷയമൊന്നുമില്ലാന്ന്. ഇതെന്താ വിറ്റാമിൻ്റെ ഗുളിക അങ്ങനെ എന്താണ്? എന്ത് ഗുളിക ആയിക്കോട്ടെ, അമ്മയുടെ വിചാരം ആ ഗുളിക കഴിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു എന്നാ. ഇപ്പൊ 2-3 ദിവസമായില്ലേ കേട്ടോ? കേട്ടു. നാളെ വാങ്ങിക്കാന്ന്. മറന്നുപോവോ? എന്നപ്പോ അത് കഴിഞ്ഞത്? 2-3 ദിവസമായിട്ടുണ്ട്. 3 ദിവസമായിട്ടല്ലേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഏട്ടന് ഇതും പറഞ്ഞ അങ്ങോട്ട് പോയാ മതി. രാവിലെ തൊട്ട് ഏട്ടൻ വരണ സമയം വരെ എന്നെ ഇവിടെ നിർത്തി പൊരിക്കും. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോ ഗുളിക എവിടെ, ചോറുണ്ണാൻ വിളിക്കുമ്പോ ഇനിയിപ്പോ എന്തിനാ ചോറുണ്ണണേ, ഗുളിക ഇല്ലാതെ ഞാൻ ചാവാൻ പോവല്ലേ, ഇങ്ങനെയൊക്കെ പറയണേ. ഞാൻ വായ കൂട്ടിക്ക് എന്നിട്ട് കിടക്ക്. അമ്മയുടെ മോൻ തന്നെ. ഒന്നും അങ്ങോട്ടും പറയാൻ പാടില്ല ഇങ്ങോട്ടും പറയാൻ പാടില്ല. നിങ്ങൾ പറയണ കേൾക്കുവാ എവിടുന്ന്? ഞാൻ കിടക്കണ പോ. ഏട്ടാ ഇന്ന് എന്തായാലും ഗുളിക മേടിക്കണേ. എന്റെ ദൈവമേ, വല്ലാത്തൊരു ഗുളികയായി പോയത്. അന്ന് മേടിച്ചു കൊടുത്താ പ്രശ്നം തീർന്നില്ലേ അമ്മയുടെ? ഇത് ഒരു കാര്യമില്ലാത്ത ഗുളികയാണെന്ന്. അത് നമുക്ക് അറിയാലോ, പക്ഷെ അമ്മയ്ക്ക് എന്തോ അത് കിട്ടാത്തത് കൊണ്ട് എന്തൊക്കെയോ അസുഖം ഉള്ള പോലെയാ. നമ്മുടെ വിചാരം ഞാൻ മനഃപൂർവ്വം ഗുളിക വാങ്ങിക്കാതിരിക്കുന്നതാണ്. ഞാൻ ഈ ജോലി തിരക്കിന്റെ ഇടയിൽപ്പെട്ടോണ്ടല്ലേ. ഒരു കാര്യം ചെയ്യും, ഇന്ന് ഓഫീസിൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്ക്, ഒന്ന് ഓർമ്മിപ്പിക്ക്. ഇന്നത് വാങ്ങിച്ചിട്ടുള്ളൂ കാര്യം. ശരി എന്നാ. അയ്യോ വിളിക്കാം. എന്താ ഇപ്പൊ വിഷമം തോന്നണേ? അമ്മേ, അമ്മക്ക് എന്തെങ്കിലും വിഷമുണ്ടോ? മറ്റേ കാർത്തേനി ചേച്ചിയല്ലേ അവിടെ, അവരിതേപോലെ വീണപ്പോഴാണ് അവരുടെ 2 കിഡ്നി എടുത്ത് കളയേണ്ടി വന്നില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ. അമ്മേ എങ്ങനെയുണ്ട് ഇപ്പൊ, കുറവുണ്ടോ? വെള്ളം വേണോ? കുറവുണ്ട്. ഇനിയും കുറയൂട്ടാ. ഇച്ചിരി വെള്ളം കുടിച്ചാലോ എണീക്ക്, പതിയെ കൂടെ എണീക്ക്. പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് മറ്റേ കിഡ്നിയുടെ കാര്യം ഒന്ന് പറഞ്ഞാലോ? വേണ്ട അല്ലേ? ഇപ്പൊ ഒന്നുമില്ലല്ലോ, കുറഞ്ഞ കണക്ക്. അന്നൊന്ന് കിടന്നു നോക്കിയ ഇപ്പൊ സുഖം ഉണ്ടാവും. കിടന്നോ. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയണോട്ടാ. കനകനെ ഒന്നും കൂടി വിളിക്കാം. ഞാനിവിടെ ഇരിക്കണോ അമ്മ? വേണ്ട, അമ്മയ്ക്കൊരു കാറ്റ് കിട്ടണ്ടേ പോലെ. വേണോ? എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാ.